Yeah, come follow us, please. Tash Million. Oh. Okay. Yalla, baby. Aywa. Shukran, baby. നമ്മളിങ്ങനെ കുവൈറ്റിൽ നിന്ന് ഇറാഖിലേക്ക് കടക്കാൻ പോയി കേട്ടോ. അറിയാലോ, നമ്മൾ വേൾഡ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് കേരള ടു USA പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാനുള്ളത് കുവൈറ്റിലാണ്. ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ടയർഡാണ്. കാരണം എനിക്ക് ശ്വാസം ബ്രീത്തിങ് വരെ കിട്ടുന്നില്ല. കാരണം നല്ല ചൂടാണ്. ചൂട് വെച്ചാൽ ഭയങ്കര ചൂടാണ്. എൻ്റെ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡൊക്കെ വരുന്നുണ്ട് ചൂടുകൊണ്ട്. അപ്പോൾ ഇത് കിഴക്കുന്ന ഉടലൊരു ഇതാണ്. സ്റ്റാമിന തീരില്ല, മൊത്തം പോയി. അപ്പോൾ അതേ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ആ കാണുന്നതാണ് കുവൈറ്റിൻ്റെ എക്സിറ്റാണ് ആ കാണുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയെടുത്ത് നേരെ പോകണത് ഇറാഖിലേക്കാണ്. അപ്പോൾ ഇത്ര ദിവസം നമുക്കിടയിൽ ഒരുപാട് മലയാളികളുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഒരുപാട് പ്രൊമോഷൻ വർക്കുകളും പരസ്യങ്ങളും അല്ലേ ഗസ്റ്റായിട്ട് പോക്കും പിടിക്കലൊക്കെ ആയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ഇതൊന്നും ഇല്ല കേട്ടോ. മലയാളികൾ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇനി അങ്ങോട്ട് പട്ടിണിയും കഷ്ടപ്പാടും റൈഡും മാത്രം. ഒരുപാട് നല്ല വ്ളോഗ്സ് വരാണ്ട്. എനിക്ക് ഓവർ സംസാരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത്. എൻ്റെ ഹാർട്ട് ഇങ്ങനെ ടക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ, നമ്മളിപ്പം കുവൈറ്റിൻ്റെ സൈഡ് കഴിഞ്ഞ്. കുവൈറ്റിൻ്റെ സൈഡ് വളരെ സ്മൂത്താണ്. പിന്നെ എൻ്റെ ഹെൽമെറ്റ് ക്യാമറ ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് അഴിക്കണം നമ്മളുടെ എന്താ പറയുക നമ്മളിവിടെ ഈ ഇമിഗ്രേഷനൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ബ്ലോഗ് ചെയ്യാത്തത്. പിന്നെ ഇവിടെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കുവൈറ്റ് പോലീസ് ഓക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവർ പേര് ചോദിക്കും. കേരള എന്ന് പറയും അതാണ് ഏറ്റവും വലിയ കൂടി. മലബാറി കേരള എന്ന് പറയുമ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. ഏറ്റവും വലിയ രസമാണ്. ഇത് കുറേ പോകാണ്ട്. എന്നാൽ ഹെൽമെറ്റ് എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വീഡിയോസ് കിട്ടും. ഓക്കെ കേട്ടോ. നിങ്ങൾ ഞാൻ പറഞ്ഞത് ഭയങ്കര ലെങ്തിയാണ്. അങ്ങ് മൂലക്ക് ഇവിടെ പോകാനുള്ളത് ഇറാഖ്. എനിക്ക് ആക്ച്വലി ഭയങ്കര ബ്രീത്തിങ് ഇഷ്യൂ വരുന്നുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല, എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ചൂടത്ത് നടന്നിട്ട് ആ ചൂട്ടിൽ ഡ്രൈവ് ചെയ്തിട്ട് തോന്നുന്നത്. ഇതാണ് എൻ്റെ പാസ്പോർട്ട്, എക്സിറ്റ് പെർമിറ്റ്, പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇറാഖി വിസ ആക്ച്വലി എൻ്റെ വിസ ആണ്. ഞാൻ നാട്ടിൽ തന്നെ എടുത്താണ്. നമുക്ക് ഈ വിസ നമുക്ക് ഇറാഖി വിസ വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. നമുക്കത് ഓൺലൈൻ വിസ അപ്ലൈ ചെയ്താൽ മതി. പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ എംബസി എടുക്കുമ്പോൾ നമുക്ക് ചെറിയ പൈസ ആണല്ലോ. പക്ഷേ ഓൺലൈൻ എടുക്കുമ്പോൾ ഏകദേശം 7,000-8,000 അടുത്ത് വരുന്നുണ്ട്. Yeah, inshallah, I'll go. Yeah, thank you so much, brother. So, Basra, Sida? Sida, okay. مستقيم. بصرة. Okay, yeah. You go Basra, Baghdad. Basra. Basra, you go. Sida. Okay. Shukran, brother. Very nice. Thank you, brother. Thank you. And finally, ഇറാഖെത്തി. അയ്യോ, ഇത്രയും ടൈം എടുത്തിട്ട് ബോർഡർ ക്രോസിങ് ഒരു ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം ഇവരുടെ നിയമങ്ങൾ എന്ന് പറയുന്നത് വല്ലാത്ത നിയമങ്ങളാണ്. അയ്യോ, എൻ്റെ കൈയും കാനൊക്കെ വേനെടുക്കുന്ന. അയ്യോ, ആരെങ്കിലും ചായയും നല്ല പാൽ ചായയും അതുപോലെ തന്നെ കായ്പുരയുടെ കിട്ടുള്ളേ. അയ്യോ, അപ്പോൾ എങ്ങനെയാണ് ബോർഡർ ക്രോസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു കേട്ടോ. ഞാൻ റൂം എത്തിയിട്ട് കറക്റ്റ് പറഞ്ഞു. റൂം എത്തുന്നവരെ ഇങ്ങോട്ട് ക്ഷമിക്ക്, അവർ നമുക്ക് കാഴ്ചകളാണ്. ഓക്കെ, 50 കിലോമീറ്ററാണ് എനിക്ക് ഇവിടുന്ന് റൂമിലൊക്കെ. 51 മിനിറ്റ്. അപ്പോൾ 1 മണിക്കൂർ പറയുമ്പോൾ റോഡിൻ്റെ അവസ്ഥ എന്താ അറിയില്ല. പിന്നെ ഇവിടെ ഞാൻ ഇപ്പോൾ നിലവിൽ പതുക്കിയേ പോകുള്ളൂ. കാരണം റോഡിൻ്റെ അവസ്ഥ അറിയാത്തതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഹെക്ടിക്കാണ്. അയ്യോ എന്ന് വെച്ചാൽ ഇത്രയും ഒരു തലവേദന പിടിച്ചൊരു ബോർഡർ ക്രോസിങ് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഫൈനലി ഇറാഖ്. ഞാൻ അടിച്ച് മരിച്ചു. എൻ്റെ മോനെ, എൻ്റെ നെഞ്ച് കാളിപ്പോയി. ഞാൻ ക്രൂസ് കൺട്രോൾ വന്നുകൊടുക്കുമ്പോൾ പെട്ടെന്ന് ലോറി അടിച്ചും കയറിയത്. റോഡൊക്കെ അടിപൊളി റോഡാണ്. ഞാൻ വിചാരിച്ച ഫുള്ള് കുണ്ടുകൂടാണ്. ഇവിടെ നല്ല റോഡാണ്. ഓക്കെ, സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, പക്ഷെ ഒന്നും കത്തുന്നില്ല. നമ്മൾ കുവൈറ്റ് കണ്ടപ്പോൾ ഇവിടെ എന്തേ ഓയിൽ ആൻഡ് ഗ്യാസ് എന്തോ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ ദൂരെ കാണാൻ പറ്റുന്നുണ്ട്. തീ കത്തുന്നുണ്ടോ മുകളിൽ അവിടെ. ഇപ്പോൾ കുവൈറ്റിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴും ഈ അവിടുത്തെ ഈ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ ഒരു പാടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇറാഖിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴും നമുക്ക് ഇതിനെ കേട്ടോ കാണുന്നത്. അടുത്ത കയറി വന്നാ ഇതെന്താ നോക്കിയാ, അടുത്ത ആൾ കയറി നോക്കിയാ. എന്താ ഇവര് പ്രശ്നം പഠിച്ചോനെ ട്രക്കുകാരെ. ഇപ്പോൾ 2 ആളാണ് കേട്ടോ കറക്റ്റ് വന്ന് വിട്ടത് മുമ്പിൽ.
ഓ ട്രക്ക് പോലെ അതിന് പട്ടികളും നായിൻ്റെ മോനെ സോറി നായിൻ്റെ മോളെ അത് പെണ്ണ് പട്ടിയാണ് അതുകൊണ്ടാണ് പട്ടികളെ തെറി വിളിച്ചാൽ ആരെങ്കിലും കഴിച്ചു കൊടുക്കുള്ളൂ ഇറാഖായതിന് കുഴപ്പമില്ല. ആ ഇത് പണ്ട് എപ്പോൾ പോണ റെയിൽ പാലട്ടോ. പക്ഷേ എങ്കിൽ ട്രെയിനൊന്നും ഇല്ല. കർണാടകത്തിലെ കോലാലൊക്കെ പോലുണ്ട്. ഇതിലെന്തോ ജ്യൂസാണല്ലോ. ഇതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം, നമുക്ക് എല്ലാം ചെയ്യാം, നമ്മളെല്ലാം ചെയ്യും, എല്ലാം ഞാൻ കാണിച്ചു തരും. എനിക്ക് ഒന്ന് ടൈം തരണം. ഇപ്പം എനിക്ക് എൻ്റെ റൂമെത്തിയിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായി കുറച്ച് തലവേദന മരുന്നും കുറച്ച് കാൽമുട്ടിൻ്റെ പെയിനിൻ്റെ മരുന്നും എല്ലാം പിന്നെ ഒരു പെനഡോളും കഴിച്ചിട്ട് ഒന്ന് കിടക്കണം. പാരീസ് ഈഫൽ ടവർ, അതും ഇറാഖിൽ എന്തോ ഒരു ഷോ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ആകാശത്തൊട്ടിലുണ്ട്. നോക്കി ഇവിടെയൊക്കെയോ ഈഫൽ ടവറൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നോക്കി അടിപൊളിയല്ലേ. നമ്മൾ റിയൽ പാരീസിന് മുമ്പിൽ നമ്മൾ പോകും കേട്ടോ. ഈ വണ്ടിയും കൊണ്ട് നമ്മൾ പറക്കുന്ന എടുത്ത് പോയ പോലെ തന്നെ ഈ വണ്ടിയും കൊണ്ട് നമ്മൾ പോകും. ഭയങ്കര ഡാർക്കാണ്, വിസിബിലിറ്റി ഭയങ്കര പ്രശ്നമുണ്ട് ഇവിടെ. ഈ എൻ്റെ എക്സ്ട്രാ ലൈറ്റില്ലേ ഇതിട്ടാൽ വിസിബിലിറ്റി ഉണ്ട്. പക്ഷേ മുന്നിൽ പോകുന്ന എൻ്റെ കണ്ണടിച്ചു തോന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ മോനെ സ്കിഡാന്നിട്ട് നിങ്ങൾ വണ്ടി അവിടെ വലിയ അടിച്ചിറങ്ങി കേട്ടോ. ടു ബി ഓണസ്റ്റ് വേറെ ഏതെങ്കിലും വണ്ടി ആയിരുന്നെങ്കിൽ പണി കിട്ടേനെ കേട്ടോ, വീണേനെ കൺഫേം. ഈ സാധനം താങ്ങി മൊത്തത്തിൽ. ഇനി ആൾക്കാരെ കണ്ണു നോക്കിയിട്ട് കാര്യമില്ല, എനിക്ക് എൻ്റെ സേഫ്റ്റി നോക്കണം. അയ്യോ അയ്യോ ഹിന്ദ് മാ അറബ് അറബ് നോ അറബ് ഇംഗ്ലീഷ്. പുള്ളി ഓടിക്കുന്ന വണ്ടിയാണ്, നമ്മുടെ നാട്ടിലത്തെ വണ്ടിയാണ്. ഇത് ഏത് കമ്പനി എനിക്ക് മനസ്സിലായില്ല. വിച്ച് കമ്പനി? അതാ സിയാറ ഷെരിക്ക വെൻ? هذا سيارة شركة هند. أيوة تي في اس. أيوة موجود بجاج. أيوة أنا في واحد بايك تي في اس. أيوة موجود إن هند. هذا صغير سمسم ما في. هذا كبير. لا مشكلة. لا كم فلوس هذا؟ كم دينار؟ هذا 11 مليون. 10 مليون. دولار كم؟ 50 ورقة فوق 50 ورقة. في سيرفيس فري؟ بعدين خراب شغل فري؟ في؟ جيت من الهند أنا؟ أيوة أنا أروح يوروب. أيوة أنا أروح يوروب. ഓക്കെ ബ്രദർ, താങ്ക് യു, ശുക്രാൻ. എൻ്റെ അറബി എങ്ങനെ പൊളിച്ചില്ല. ഞാനിപ്പോൾ അടുത്തില്ല, സത്യം സംസാരിക്കാൻ വേണ്ടി പഠിച്ചു കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ഞാൻ അറബി പറഞ്ഞിട്ടുണ്ടോ? വളരെ റെയറാണ്. പക്ഷേങ്കിൽ എനിക്കിപ്പം അറബി സംസാരിക്കാണ്ടാവില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇവിടെ കയറുന്നതിന് മുന്നേ ഞാൻ അറബി പഠിച്ചേട്ടോ. ഇതെന്താ വണ്ടിയിൽ ഫുൾ ആൾക്കാർ ആ വണ്ടീനെ കാണിച്ചിരിക്കുക. നല്ല രസമായിരിക്കും അത് കണ്ടാൽ. ആ ഒരു ഹുണ്ടായിൻ്റെ ഒരു വെർണ പോകുന്നുണ്ട് അടുത്ത സൈഡ്. അല്ല വെർണയാണോ സൊലാട്ടോ എന്താ അറിയില്ല. ഒരു വണ്ടി അടുത്ത സൈഡ് പോകുന്നുണ്ട്. ചൈനക്കാരുണ്ടല്ലോ ഇവിടെ. ഓക്കെ അടിപൊളി വണ്ടി, ലാൻഡ് ക്രൂസറൊക്കെ പോകുന്നൊക്കെ വരും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നമ്മുടെ ഒരു ഇസ്ലാം മതത്തിൻ്റെ ഒരുപാട് നല്ല നല്ല കഥകൾ ഉറങ്ങുന്ന ഒരു നാടാണ് ശരിക്കും ഇറാഖ് എന്ന് പറഞ്ഞിട്ടും. ഞാനൊക്കെ എനിക്കിപ്പോഴും ആ നൊസ്റ്റാൾജിക് ഫീൽ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഈ പണ്ടൊക്കെ ഇപ്പോൾ ഒന്നും അറിയില്ല, ഈ പഴയ കാലങ്ങൾ ഐതിഹ്യങ്ങളൊക്കെ പറയുന്ന ബുക്കുകൾ കിട്ടുമായിരുന്നു. എന്നുവെച്ചാൽ പള്ളിയിൽ നിന്നൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ ഈ ബുക്കിലൊക്കെ ഓരോ കഥകളുണ്ടാകും, പണ്ടത്തെ സ്വഹാബികളുടെ, അതുപോലെ തന്നെ പണ്ട് കാല നബിമാരുടെ ഓരോരോ സ്ഥലങ്ങൾ നടന്ന സംഭവങ്ങൾ, ചില ഔലിയാക്കളുടെ, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസം. അതിൽ നമ്മൾ കേൾവിയിൽ ഒരുപാട് പേരുകളുണ്ട്. അറബിക് കഥകൾ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ചുരുക്കത്തിൽ. അതിൽ കേട്ട് തയമ്പിച്ച പേരുകളുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് അധികം. ഇപ്പം നമ്മളുടെ സിറ്റിയാണ് ബസ്ര. എത്ര പരിചയമാണ് എല്ലാവർക്കും എന്ന് പറയുമോ?
ബാഗ്ദാദ് എന്നുള്ള ഒരുപാട് അറബി കഥകൾ നമ്മൾ കേട്ട് ഇതാക്കിയ പേരാട്ടോ. നമുക്ക് കാണാം. ഇതെന്താ ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട പച്ചമുളക്, എൻ്റെ വായിൽ വെള്ളം കൊടുക്കുന്നത്. അല്ല അടിപൊളി സൂപ്പർ ഷവർമേനെ വേണം, അടിപൊളി ഷവർമേനെ വേണം. വാവ് എന്ത് രസം തരുമോ. ഒന്നാമത് വിശക്കുന്നുണ്ട്. ഏതായാലും ഇവിടുത്തെ കലാപരിപാടികളാവട്ടെ, ഫുഡ് എന്താണ് കഴിക്കണം. ഷവർമ നമ്മൾ കഴിക്കും കേട്ടോ. ഇവിടെയും ഡെലിവറി ബോയ്സ് ഒക്കെ ഒരുപാടുണ്ട്. പക്ഷേ കമ്പനിക്ക് പേരില്ല, നമ്പർ പ്ലേറ്റും ഇല്ല, ഒന്നുമില്ല. ഒരു വണ്ടിക്ക് നമ്പർ പ്ലേറ്റില്ല ഇവിടെ. أيوة حبيبي كيف الحال؟ كيف الحال؟ Good? Nice? Where are you from? Oh, you speak English? I go Basra, I go Baghdad then. Where are you from? From India? India? Aywa? Oh, hi. Good? Good. Thank you brother. Thank you. Cornish? No. Oh, Aywa hotel sleeping. Aywa mone yawa mone. Aywa? ഓരെന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. സൗദിയിൽ ജീവിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ട്രാൻസ്ലേറ്റ് തന്നെ കാണുന്നത്. എനിക്ക് തോന്നുന്നു അറബി അറിയുന്ന ആൾക്കാർ അധികം സൗദിയിലുള്ള ആൾക്കാർ കേട്ടോ. ഇവിടെ സിഗ്നലൊന്നും ഇല്ലേ, എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സംഭവം അതല്ല, അവർ ചവിട്ടുന്നേം പോകുന്നതും കാണുന്നില്ല. സിഗ്നൽ ഇല്ലേ? അതെ അവിടെ ഒരു പോലീസുകാരുണ്ട് കേട്ടോ, പുള്ളിയാണ് സിഗ്നൽ കൺട്രോൾ ചെയ്യുന്നത്. അയ്യവാ ഓക്കെ എല്ലാ ബിബി. പിള്ളേർ സെറ്റാട്ടോ. ടിക്ടോക്ക് അയ്യവാ, ഫ്രീ ടിക്ടോക്ക്, ഫ്രീ ഇൻസ്റ്റഗ്രാം, ഫ്രീ യൂട്യൂബ്, കുല്ലു ഫ്രീ. അയ്യവാ أنا في 2 مليون في هذا Where TikTok? ملوترا MLU. اوكي هذا ستوب. جيب حبيبي في انستغرام في Instagram. ايوه جيب انستغرام. ما في انجلش English. في هذا كله جيرلز. ملو What? هذا ايوه هذا اوكي. ايوه فولوور ويلكم. Follow. ايوه شكرا حبيبي. اوكي ان شاء الله I'll see you. Thank you brother. Wow സൂപ്പർ ഫസ്റ്റ് ഡേ വിളിച്ചേട്ടോ. ഇത് ഫുഡ് കോർട്ടാണേ, ഇവിടെ ഒക്കെ വരണം. നാളെ രാത്രി ഞാൻ ചുറ്റി മൊത്തം കറങ്ങും. ഇതാ മാറഫ് അറബ് ഫീ ക്യാമറ ഫീ ബ്ലോഗ് ഫീ. ഇനി വിട്ട മോനെ, ഇനി എനിക്ക് പ്രശ്നമാണ്. ഇതൊക്കെ സ്ട്രീറ്റ് നോക്കിയാൽ റമദാൻ്റെ നോമ്പ് തുറക്ക് പോകുന്നില്ല, അതുപോലെ ഉണ്ട് കാണുമ്പോൾ ഫുൾ ആൾക്കാർ വരണം. ആർത്തി ഇവിടെ മൊത്തം കറങ്ങണം. കറങ്ങി എൻ്റെ പൂതി തീർക്കണം. സോറി അയവാ ഹിന്ദി അയവാ ഫീ ക്യാമറ ഫീ അയവാ 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 ഹിന്ദിയോ? ശുക്രാൻ ഹബീബി. നാളെ നവാഫിനെ വിളിച്ചിട്ട് പഠിച്ചാൽ നല്ല അടിപൊളി അറബിയിലും പഠിച്ചു കേട്ടോ. കടിച്ചപ്പൊട്ടാത്ത അറബിക്ക് ഇങ്ങനെ പറഞ്ഞു നമുക്ക് നാളെ അറബി. എത്ര സമയം എനിക്ക് ഭയങ്കര തലവേദന ഞാൻ പറ്റില്ല. ഇപ്പം അതെല്ലാം പോയി കേട്ടോ, കാരണം ഈ ഓരോ ആൾക്കാരെ കാണും എനർജി കിട്ടുമല്ലോ. അതുകൊണ്ട് എൻ്റെ വണ്ടി എന്നാ പൊട്ടുന്നേ, എൻ്റെ വണ്ടി നല്ലല്ലോ. അങ്ങനെ നമ്മളൊരു എന്താണ് ഇത് പറ്റിക്കലടാ പട്ടികളെ. അപ്പുറം വേറെ കാണുന്നുണ്ട്.
ഇത് ഗൂഗിൾ മാപ്പ് കാണിച്ച റോഡാണ്. കയറി നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല കേട്ടോ. അവിടെ ആൾക്കാർ പണിയെടുക്കുന്നത്. റോഡും ഇല്ല, ബിൽഡിംഗ് മൊത്തം. എനിക്ക് തോന്നുന്നു മിനിമം ഒരു 3 കൊല്ലമായിട്ടുണ്ടോ ആ പണി തുടങ്ങിയിട്ട്. ഇവിടുത്തെ ആൾക്കാരെ കാണുമ്പോൾ ഇല്ലേ, നമ്മളെ മലബാർ ഭാഗത്തുള്ള ആണുങ്ങൾ അതേ കിട്ടും. നോക്കിയേ, നിങ്ങൾ നോക്കി ഇവരുടെയൊക്കെ ഫേസ് കട്ട് ഇവരെ ബോഡിയിലെങ്ങനെ നോക്കിയേ. ആരെങ്കിലും പറയും ഇവിടുത്തെ ആൾക്കാരെന്ന്. ശരിക്കും ഇവിടുത്തെ ആൾക്കാരുടെ ജീനൊക്കെ ആണ് നമ്മുടെ കയ്യിലുള്ളത്. അനറു സീത എന്ന് വെച്ചാൽ ഞാൻ നേരെ പോന്നു. അറബി ഞാൻ പൈടുന്നു ഇറങ്ങുമ്പോഴേക്കും ഞാൻ അറബീൻ്റെ ഗവേഷണം നടത്തും. ഗവേഷണം എന്നിട്ട് ഞാൻ പോകും. حبيبي هذا سيارة هند. شوف رقم، شوف بيك سيد. انت جاي تدور مبيت؟ تريد تنام؟ دقيقة يا حبيبي. I reached just now in Iraq. I don't have money. Okay? ما في دينار. وصلت للتو إلى العراق. ليس لدي المال. خلاص. أنا خلاص. No Arabic. No money, no honey. No money, no honey. La. Okay? Shukran brother. Shukran. Yeah. ആക്ച്വലി ഒന്നും സംഭവിച്ചല്ലേ, ഒരു പയ്യൻ വന്ന് എനിക്ക് ചായ വെച്ചു എന്നോട് 100 ദിനാറ് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പൈസ ഇല്ലത്. ഓൻ എന്തെല്ലോ പറഞ്ഞ് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഓനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കേട്ടോ. ഒരു കുഞ്ഞു മോനാണ്. സംഭവം പൈസ ഇല്ലാഞ്ഞിട്ട് മാത്രമല്ല, എനിക്കിപ്പം ചായ കുടിക്കേണ്ട മൂടല്ല. ഇവരെ ഒരു സ്പെഷ്യൽ ഒരു കറക്റ്റ് ഉണ്ട്, അതായിട്ട് തന്നത്. അപ്പോൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ളത് വെയിറ്റിംഗ് ഫോർ ദ ഗൈഡ്. Alhamdulillah. كمان أصوب راسي؟ No, only Hindi. ما شاء الله. أنا أشوف في فيسبوك. Yeah. والله. What is this delivery dish? دليفري رستوران. Okay. إيه رستوران. ما شاء الله. How are you? What's your name? علي. علي. فيسبوك فيديو؟ أيوة في. موجود انستغرام. Instagram في? إيه كبير. أنت موجود؟ Come. أيوة أنا في واحد Instagram. إيه. So come follow us free. أنا ديفي سيزار. لا okay واحد دقيقة. ديفي سيزار. ما شاء الله. Yeah, come follow us free. ها؟ Come follow us free. فلوس شنو؟ In Instagram, follow us, come. كم فلوس ما أعرف. Like follow us Instagram. انستغرام. ما في number plate ما في. ما في دليفري رستوران. ما يجي. بيتزا. أيوة. همبرجر. أيوة هذا رestaurant. ايه رستوران. إن شاء الله. سامر زرقاني بصرة زبير. كي نام فيسبوك انستغرام؟ فيسبوك ملو traveler. مالو. أيوة اسم موجود هنا ستيكر واحد ستيكر. انستغرام. أيوة. موجود. شوف هذا ستيكر. يعني عربي أرجع كارك ده نتاعي. نتذكر كنا عامله. انستغرام. شوف. في. كبير. Oh is. انستغرام. أيوة أنا شيف ابو كيان. Okay. ഞാൻ ഇവരെ ഇൻസ്റ്റാഗ്രാം തപ്പി കാണിച്ചേ. മാഷാഅല്ലാ. ايه The فيسبوك. fee इतने 221 കേട്ടോ. هاي طبعا الخوذه والكاميرا مالته ما شاء الله. درب السلامه. മാസലാമാ ബ്രദർ. ചങ്ങായി ഒരു 2,24,000 ഫോളോവേഴ്സിലെ മനുഷ്യനാട്ടോ. പിന്നെ എന്നെ കൂട്ടാൻ വന്ന ആൾക്കാർ പുറകിലുണ്ട്. നേരത്തെ ഒരു സൗണ്ട് ഇട്ടുള്ളത് എന്നെ കൂട്ടാൻ വന്നതാണ്. ഇത് ആക്ച്വലി ഒരു സന്തോഷം പറഞ്ഞാൽ വെച്ചാൽ എൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിന് നന്ദി എനിക്ക് പറയാനുള്ളത് നമ്മളൊരു ഫ്രണ്ടിനോട്. ആരാന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞു കേട്ടോ. ഓക്കെ അബീബി അതാ ഫേസ്. ആ പോകുന്ന ഹോണടിച്ച് വന്ന പോലീസിന് പോകുന്ന സൈലൻ്റ് പോകുന്ന വണ്ടിയുണ്ടോ? ഇല്ല, ഈ വണ്ടിക്കാരെ എടാ നീല പ്ലേറ്റാണല്ലോ ഇവിടുത്തെ. അതെന്ത് പ്ലേറ്റാ? ഗവൺമെൻറ് പ്ലേറ്റ് ഒന്നുമില്ലല്ലോ. ആയിവാ പാർക്കിംഗ് ഉള്ള ബ്യൂട്ടിഫുൾ ഹോട്ടലൊക്കെ പരിപാടി കേട്ടോ. എൻ്റെ മോനെ ഇതൊരു 5 സ്റ്റാർ ഹോട്ടലാണല്ലോ.
ആ പെർഫെക്റ്റ്. ഇവിടെ വെച്ചാൽ കാര്യങ്ങളൊക്കെ നടക്കൂ. ഉപ്സ് ഉപ്സ്. ഹോട്ടലുള്ളത് ചെക്ക് ഇൻ ചെയ്ത് ഉള്ളിൽ കയറി. റിസപ്ഷനൊക്കെ അടിപൊളിയാണ്, നല്ല സൂപ്പർ ഹോട്ടലാണ്. പിന്നെ ഞാനീ പറഞ്ഞ പോലെ തന്നെ ഇറാഖി ടൂറിസമാണ് ആക്ച്വലി എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. റൂമിലെത്തി കേട്ടോ. കുഞ്ഞു റൂമാണ്, ഇറ്റ്സ് ഓക്കെ. കുഞ്ഞു റൂമാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഒരു ടി വിയിൽ ഇങ്ങനെ അറബി എന്തോ പറഞ്ഞു കൊടുക്കുന്നത്, ഓഫാക്കിയിട്ട് അതിൽ നിങ്ങളോട് കാര്യം പറയല്ലോ. ഓക്കെ, ഇത് റിസീവർ ഞാൻ എൻ്റെ ഉപ്പയും പണ്ട് പണിയെടുത്തൊരു സാധനം കേട്ടോ. റിസീവർ കറക്റ്റ് പറഞ്ഞുതരാം. ഞാൻ അതൊന്നും ഇരിക്കട്ടെ, റെസ്റ്റ് എടുക്കട്ടെ. ഓ പേരയിക്കണേ, പക്ഷേ ബ്ലോഗ് എടുക്കുന്ന അയക്കാതെ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ വിസ നമ്മൾ എടുക്കണം. കാരണം നമുക്ക് ഓണർ വിസ കിട്ടുമല്ലോ. അപ്പോൾ കുവൈറ്റിൽ നിന്ന് നമ്മൾ ആദ്യം നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് എക്സിറ്റ് അടിക്കണം. പക്ഷേ ഇറാഖ് സൈഡ് എടുത്തിപ്പം ഭയങ്കര തലവേദന. അയ്യോ, ആദ്യം നമ്മൾ എൻ്റർ ചെയ്യാൻ വണ്ടി ഫസ്റ്റ് ലെഫ്റ്റ് സൈഡ് കാണുന്ന കൗണ്ടറിൽ നമ്മൾ വണ്ടി എൻ്റർ ചെയ്ത് ഉള്ളിൽ പോയി നേരെ പോയി അവിടെ കയറുമ്പോൾ റൈറ്റ് സൈഡിൻ്റെ കൗണ്ടറിൽ പോയിട്ട് അവിടെ ഒരാളുണ്ട്, ഒരു റോളക്സ് വാച്ചിലും കിട്ടിയ ഒരാളുണ്ട്, അടിപൊളി വാങ്ങിച്ചാൽ അയാളെടുത്ത് പോയി ആദ്യം പേപ്പർ അടിക്കും. അയാളുടെ പോയി പേപ്പർ അടിച്ചിട്ട് അതിൻ്റെ മുമ്പത്തെ കൗണ്ടറിൽ പോയി അവിടെ ഇവിടുത്തെ 30,000 കൊടുത്തിട്ട് വേറെ പേപ്പർ അടിക്കുക. ഈ പേപ്പർ ഉണ്ടോ, ഇതാണ് അവിടെ നിന്ന് അടിക്കേണ്ടത്. 30,000 കൊടുത്ത് ഈ പേപ്പർ കിട്ടും. അതിന് ശേഷം അപ്പുറം പോയി പിന്നെയും ഈ റോളക്സിൻ്റെ അയാളടുത്ത് പോയി അവിടെ പോയിട്ട് അവിടുന്ന് വേറെ പേപ്പർ എടുത്തല്ലോ. എന്നിട്ട് ഇൻഷുറൻസ് അടച്ച് സീൽ മേടിച്ച് വേറെ സീലും മേടിച്ച് എമിഗ്രേഷനിൽ പോയിട്ട് അവിടുന്ന് സീലും മേടിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് കസ്റ്റംസ് പാസ്പോർട്ടിൽ സീലടിക്കും. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാർനെറ്റിന് വേണ്ടിയിട്ട് കാർനെറ്റ് വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് പാസ്പോർട്ട് അടിക്കുന്നത് കേട്ടോ. ലൈഫിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസാണ്. അപ്പോൾ അതും കഴിഞ്ഞാൽ പിന്നെ വിടാം. തലവേദന വെച്ചാൽ ഒരു ഭയങ്കര തലവേദന കാണും. പിന്നെ ഭയങ്കര ടയർഡായി, ഒന്നാമത് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് തലവേദന അങ്ങേത്തല്ല, ഒരു രക്ഷയില്ലാത്ത തലവേദന. ലാസ്റ്റ് എന്താ പറയുക, രക്ഷപ്പെട്ടു. അപ്പോൾ ഇവിടെ എത്തി. ഇവരെങ്ങനെയാണ് എനിക്ക് ഇവരെ കിട്ടിയതെന്ന് വെച്ചാൽ, ഈ യു എയിൽ എല്ലാ കൊല്ലം ഈ ട്രാവൽ കമ്പനിയുടെ ഒരു സംഭവം കണ്ടു. അതിലെല്ലാ രാജ്യത്തും ടൂറിസ്റ്റൊക്കെ പങ്കെടുക്കും. എൻ്റെ ഈ ട്രിപ്പിൻ്റെ ഒഫീഷ്യൽ ട്രാവൽ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഫ്ലൈൻകോ ആണ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഫ്ലൈൻകോ. അപ്പോൾ പുള്ളിയാണ് എൻ്റെ വിസ കാര്യങ്ങൾ, എൻ്റെ ഹോട്ടലിലാണെങ്കിലും വിസയാണെങ്കിലും കംപ്ലീറ്റ് പുള്ളിയാണ്. അവരപ്പോൾ ദുബായിൽ പരിപാടി കേൾപ്പോൾ അവിടെ അവർ ഇറാഖിൻ്റെ ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അവരെ കൗണ്ടറിൽ പോയിട്ട് അവിടെ സംസാരിച്ച് അങ്ങനെ അവരാണ് ഓക്കെ ആക്കുന്നത് കേട്ടോ. സവിത നന്ദി കേട്ടോ. അപ്പോൾ അത് ഉറങ്ങട്ടെ കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നാളെ 9 മണിക്ക് അവരെത്തും. അതിനുള്ളിൽ എനിക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് കുളിച്ച് ഫ്രഷായിട്ട് കിടന്നുറങ്ങണം. പിന്നെ നാളെ അവരുടെ കൂടെ പോയിട്ട് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ എടുക്കും കേട്ടോ. ഇറാഖിലെ ബസ്രയിൽ ഒരുപാട് നല്ല കാഴ്ചകൾ, അവർക്കറിയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, അതൊക്കെ നാളെ പേരെടുക്കാം. ഓക്കെ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.